കോട്ടയം ജില്ലയിലെ ഓല ഇലക്ട്രിക് ഇരുചക്ര വാഹന ഉപഭോക്താക്കൾ കളക്ട്രേറ്റ് മാർച്ച് നടത്തി. എല്ലാ സർവീസ് സെൻ്ററുകളും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുക, സ്പെയർ പാർട്സ് ക്ഷാമം അടിയന്തരമായി പരിഹരിക്കുക, സർവീസ് സെൻ്ററുകളിൽ മാസങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഉടൻ റിപ്പയർ ചെയ്ത് കൈമാറുക, വാഹനങ്ങൾക്ക് കേടുവന്ന ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഉപഭോക്തൃ കേന്ദ്രീകൃതമായി ഇലക്ട്രിക്കൽ വെഹിക്കിൾ പോളിസി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഗാന്ധി സ്ക്വയറിൽ നിന്നും സ്കൂട്ടറുകൾ തള്ളിക്കൊണ്ട് നടത്തിയ മാർച്ച് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓല ബയേഴ്സ് ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് EV പ്രകാശ് അധ്യക്ഷനായിരുന്നു. മുൻ MP അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ്, ഡോക്ടർ സെലിൻ ഫിലിപ്പ്, മിനി കെ ഫിലിപ്പ്, ഫാദർ ജോൺസ് എബ്രഹാം, നിതിൻ എന്നിവർ പ്രസംഗിച്ചു. ഏതാണ്ട് 10 ലക്ഷത്തോളം ഇലക്ട്രിക് സ്കൂട്ടറുകൾ 8 വർഷത്തെ വാറന്റിയോടുകൂടിയാണ് ഈ സ്കൂട്ടറുകൾ ഉപഭോക്താക്കൾക്ക് അവർ കൈമാറിയത്. ഇന്ന് ഇന്ത്യയിലെ മിക്ക സ്ഥലത്തും ഇവരുടെ സ്കൂട്ടറുകൾ റിപ്പയർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് ആരെങ്കിലും അന്വേഷിച്ചാൽ ഇവരെവിടെ പോയി, എങ്ങനെ പോയി, എങ്ങോട്ട് പോയി എന്നൊന്നും ഒരു വിവരവും ഈ ഉപഭോക്താക്കൾക്ക് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഗവൺമെന്റിനെ സാക്ഷി നിർത്തി ഉപഭോക്താക്കളെ വളരെ നഗ്നമായി കബളിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഓല കമ്പനി എടുത്തിട്ടുള്ളത്. ഇലക്ട്രിക് സ്കൂട്ടറുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ആളുകൾ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ നയമാണ്, പ്രഖ്യാപിതമായ നയമാണ്. അത് വളരെ ക്ലീനായിട്ടുള്ള ഒരു രൂപനാണ്. അതിന് പരിസ്ഥിതി പ്രശ്നങ്ങളില്ല. അപ്പൊ ഈ വാഹനങ്ങൾ ഉപഭോക്താക്കൾക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെന്റുകളുടെ ചുമതലയാണ്. ഇങ്ങനെ ഒരു കമ്പനി ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയത്തിനനുസൃതമായി ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ മാർക്കറ്റിൽ ഇറക്കുകയും അത് റിപ്പയർ ചെയ്യുന്ന അവസരത്തിൽ ആളുകൾ ഗ്യാരണ്ടിയുടെ അവസരത്തിൽ ചെല്ലുമ്പോൾ ആ വർക്ക്ഷോപ്പുകളെല്ലാം പൂട്ടിയിടപ്പെടുകയും ചെയ്യുന്ന ദയനീയമായ അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അഡ്വക്കേറ്റ് അഭിലാഷ് ചെമ്പകശ്ശേരി സ്വാഗതവും അരവിന്ദ് B നന്ദിയും പറഞ്ഞു. കളക്ടർക്ക് മാറ്റിവയ്ക്കും നിവേദനവും നൽകി. ടിജിൻ മാത്യു, റിബു തോമസ്, ജോളിച്ചൻ കോട്ടകൽ, അജി വർഗീസ്, അനീഷ് MV, രതീഷ് KR, വിപിൻ വൈക്കം, B ഉല്ലാസ് എന്നിവർ നേതൃത്വം നൽകി.